അത് എൻ്റെ ആദ്യ ആവശ്യം ഞാൻ മാതാവിനോട് പറഞ്ഞത് ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു ഞാൻ പറഞ്ഞത്. വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഓരോരുത്തരെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ വന്നിരുന്ന്. അങ്ങനെ ഞാൻ ഒരുപാട് ഹോസ്പിറ്റലുകൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒന്നും ആയില്ല. അതിനുശേഷം ഡോക്ടർമാർ ചോദിക്കുമ്പോൾ ഒന്നും തടസ്സമായിട്ടൊന്നും പറയുന്നില്ല. ആവും എന്നാണ് പറയുന്നത്. ഒന്നും പറയുന്നില്ലായിരുന്നു തടസ്സമായിട്ട്. എന്ത് കാരണത്താലാണ് ആവാതിരുന്നതെന്നൊന്നും പറയുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ആ വർഷത്തെ ഒക്ടോബറിലെ ജപമാല റാലിക്ക് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്തു. അപ്പം അതിനു മുന്നേ എനിക്ക് ഓരോ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. IUI ഒക്കെ ചെയ്യുമായിരുന്നു. IUI ചെയ്തു. ഒക്ടോബറിൽ മുൻപത്തെ സെപ്റ്റംബറിൽ എനിക്ക് IUI ചെയ്തു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഞാൻ പ്രഗ്നൻ്റ് ആയ എനിക്ക് ഒക്ടോബറിൽ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അത് മാതാവിന് മനസ്സിലായതുകൊണ്ട് തന്നെ ആ മാസം എനിക്ക് ആയില്ല. അതിനുശേഷവും ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ആ റാലിയിൽ പങ്കെടുത്ത് പിറ്റേ നവംബറിൽ ഞാൻ ജോസഫ് അച്ഛനെ കാണുകയും അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറയാൻ റെഡിയായി വന്നോ എന്ന് എന്നോട് പറഞ്ഞു. ആ മാസം കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ കൺസീവായി. കൺസീവ് ആയതിനു ശേഷം ഞാൻ എല്ലാ ദിവസവും തേനും ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ദിവസവും അന്ന് മുതൽ കൺസീവ് ആയത് അന്ന് തൊട്ട് ലാസ്റ്റ് വരെ ഞാൻ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കാതെ ഞാൻ എൻ്റെ വയറിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കൺസീവ് ആകുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം പൂശുമായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഞാൻ തൈലം പൂശിയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി. ആയതിനു ശേഷം 5-ാം മാസമായപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞിന് ഹൃദയ സംബന്ധമായ രോഗമുണ്ടെന്ന് പറഞ്ഞു. അതൊരു പൾമണറി വാൽവ് കുറച്ച് ചെറുതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ എനിക്ക് ആ സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ടെൻഷൻ പോലും എനിക്കില്ലായിരുന്നു. ഞാനപ്പോൾ മനസ്സുകൊണ്ട് വിചാരിച്ചു, മാതാവ് തന്നതല്ലേ, മാതാവ് നോക്കിക്കോളൂ എന്ന് ഞാൻ വിചാരിച്ചു മനസ്സിൽ. അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡെലിവറി കഴിഞ്ഞ ശേഷം ഉടനെ സർജറി ചെയ്യണം കുഞ്ഞിന്. അതിനുശേഷം എന്നെ എറണാകുളം ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഇവിടത്തേക്ക് കാണിച്ച ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളത്തേക്ക് മാറ്റി. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പിന്നെ വീട്ടിൽ കയറാതെ ഞാൻ നേരെ ഇവിടെ വന്ന് കുഞ്ഞിനെ കാണിച്ചിട്ടേ ഞാൻ എൻ്റെ വീട്ടിൽ പോവുള്ളെന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഡെലിവറി നോർമൽ ഡെലിവറി ആയിട്ട് എൻ്റെ മാതാവ് എനിക്ക് കുഞ്ഞിനെ തന്നു. അധിക സമയം പോലും അങ്ങനെ ഒത്തിരി വേദനിപ്പിക്കാതെ എനിക്ക് മാതാവ് എൻ്റെ കുഞ്ഞിനെ തന്നതിന് ശേഷം എക്കോ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിനിപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, ഇപ്പം സർജറി ഒന്നും ചെയ്യണ്ട, 1 മാസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും നോക്കാമെന്ന് പറഞ്ഞു.